വാക്ക് പാലിച്ച ചിലർ. സ്വയം വിറ്റവന് ഭാര്യയെ വിൽക്കാൻ അധികാരമുണ്ടോ? ആദ്യം ഇത് ചോദിച്ചത് പാഞ്ചാലിയാണ് കൗരവസഭയിൽ. സ്വയം വിറ്റും ഭാര്യയെ വിറ്റും ചൂത് കളിക്കുന്നവരുണ്ടായിരുന്നു ചരിത്രത്തിൽ, പുരാണങ്ങളിൽ, കഥകളിൽ, ജീവിതത്തിൽ. പക്ഷേ അവരെയെല്ലാം നമ്മൾ ധർമ്മിഷ്ഠരാക്കി, ധർമ്മത്തിന്റെ പുത്രന്മാരാക്കി, വാക്കിന് വിലയുള്ളവരും ധർമ്മപാലകരുമാക്കി. ദശരഥൻ, ഹരിശ്ചന്ദ്രൻ, യുധിഷ്ഠിരൻ, ദ്രോണാചാര്യരങ്ങനെ വാക്കിന്റെ മൂല്യം കാക്കാൻ ജീവിത മൂല്യങ്ങൾ കാറ്റത്തെറിഞ്ഞവർ. യുധിഷ്ഠിരൻ ജീവിതത്തിൽ ഒരിക്കലേ നുണ പറഞ്ഞിട്ടുള്ളൂ, പോർക്കളത്തിൽ ഗുരുവിനെ നിരായുധനാക്കി വധിക്കാൻ വേണ്ടി മാത്രം. ഹരിശ്ചന്ദ്രൻ വാക്കുപാലിച്ചു, കൊടുക്കാമെന്നേറ്റിരുന്നതെല്ലാം ഭാര്യയെയും മകനെയും പ്രജകളെയും വിറ്റ് കൊടുത്തു തീർത്തു. അന്യായമായത് ചോദിക്കരുത് എന്ന് ഹരിശ്ചന്ദ്രൻ പറയാതിരുന്നത് ഉറച്ച സത്യനിഷ്ഠ കൊണ്ട്. അതു വിശ്വാമിത്രനെ ഭയന്നിട്ടു. അർജുനനേക്കാൾ മികച്ച വില്ലാളി ലോകത്തുണ്ടാവില്ലെന്ന വാക്ക് ദ്രോണാചാര്യർ പാലിച്ചു. ഏകലവ്യന് വിരൽ നഷ്ടം. ദശരഥൻ സ്വയം വ്രണിതനായി കുടുംബത്തിന്റെ ഐക്യവും രാജ്യരക്ഷയും തകർത്ത് കൈകേയിക്ക് നൽകിയ വാക്ക് പാലിച്ചു. മുടിക്കെട്ടഴിഞ്ഞ ദ്രൗപദിയുടെ ചോദ്യം നമുക്കാവർത്തിക്കാം. സ്വയം നശിച്ചവന് മറ്റുള്ളവരെ നശിപ്പിക്കാൻ അധികാരമുണ്ടോ? കൊടുത്ത വാക്കു രാജ്യത്തിന്റെ സുരക്ഷയോ വലുത്?